ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കസിനും ഹസ്ബൻഡും കൂടി വരുന്നുണ്ടെന്ന്. അപ്പോൾ അവരിതാ വിരുന്നിന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതിൻ്റെ സന്തോഷം നമുക്ക് നല്ലോണം ഉണ്ട്. അല്ലെങ്കിൽ വിരുന്നിന് വരുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറേ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാമെന്നാണ് അല്ലേ. അങ്ങനെ വേണ്ട കാര്യങ്ങളിൽ ഓരോന്നായിട്ട് എല്ലാവരും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞതിൽ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. പഞ്ച്വാലിറ്റീൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു. കാരണം ഞങ്ങൾ പല്ല് ഡൈറ്റാക്കി പോയിട്ട് വേഗം തിരിച്ചു വന്നേ. കാരണം ഇവർ പറഞ്ഞ ടൈമിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവർ ലേറ്റായി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എല്ലാവരും ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാണ്. ഞാൻ പഴമൊക്കെ സെറ്റ് ചെയ്തപ്പോൾ അവൻ പറയും അങ്ങനെയൊന്നും അല്ല വെക്കണ്ടേന്ന് പറഞ്ഞിട്ട് കാരണം വീണ്ടും അത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. എന്തൊക്കെയോ ഡിസൈൻ ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇതാ ഫുഡൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ടേബിളിൽ നിരത്തുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ, അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡി. എല്ലാവരും ക്ഷണിക്കുകയാണ് വന്നിരിക്കാൻ പറഞ്ഞിട്ട്. എല്ലാവരും ഓരോ സൈഡിലാണല്ലോ ഉള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഇവരെന്തൊക്കെയൊക്കെയോ കൊച്ചു വർത്താനങ്ങൾ പറയുന്നു. പിന്നെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഞാനാണ് ഇതിൻ്റെ മെയിൻ ആൾ. കാരണം എനിക്കെല്ലാം സെർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും എല്ലാവർക്കും ഇത് എടുത്തു കൊടുക്കുക, അവരെ കഴിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇതാ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഈ ടേബിൾ കാണാനുള്ള സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഇഷ്ടത്തോടെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതോ അതും ഒരു വലിയ കാര്യമാണല്ലേ. നമ്മൾ കൊടുക്കുന്നത് അത് കഴിക്കുക, അത് അവരിഷ്ടത്തോടെയാണോ, അവരെ മുഖത്ത് കാണുന്ന ഒരു ഹാപ്പിനെസ് അടിപൊളിയാണ്. പിന്നെ അർഷിത് ഏട്ടൻ എന്നൊക്കെ പറയുന്നത് നല്ല കമ്പനിയാണ്, നല്ല ടോക്കേറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. നമ്മളെല്ലാമായിട്ട് ഭയങ്കര സിങ്ക് ആയിട്ടുണ്ട് ഏട്ടൻ. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്, കൊച്ചു വർത്താനങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആ സമയത്ത് എന്നെ മാത്രം നിങ്ങൾ കാണുന്നില്ല അല്ലേ, ഇപ്പോൾ ഞാൻ വരും. യെസ്. അപ്പം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിലും എന്നെയാണ് നോക്കുന്നത്. ക്ലിപ്പ് ടൈറ്റാക്കിയത് കൊണ്ട് തന്നെ വേദന ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷെ പൊറോട്ടയൊക്കെ കണ്ടിട്ട് എങ്ങനെയാടാ കഴിക്കാണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇതിരുന്ന് കഴിക്കുന്നത്. അവരെ കൂടി ഇരുന്നെങ്കിലും എല്ലാവരും എഴുന്നേറ്റു. ഇപ്പം ഞാൻ മാത്രമായി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.